പൗരത്വ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ട്രംപിന് തിരിച്ചടി. ജനനാവകാശ പൗരത്വം, അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിലനിൽക്കുമെന്ന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന 150 വർഷം പഴക്കമുള്ള കീഴ്വഴക്കം നിലനിൽക്കുമെന്നാണ് ഭൂരിപക്ഷ വിധി. നിയമപരമായി അമേരിക്കയിൽ താമസിക്കുന്ന താൽക്കാലിക വിസക്കാരുടെ മക്കൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് റദ്ദാക്കിയിരുന്നു. ഈ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. അജയ്, സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും. ട്രംപിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിട്ട് തന്നെ ഇത് കണക്കാക്കണം. കാരണം രണ്ടാമത് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവും കൂടി ഇതായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഇത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ് പോവേണ്ടതെന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ പ്ലാനിങ്ങുകൾ തെറ്റി എന്ന് വേണം തന്നെ പറയാൻ. തീർച്ചയായിട്ടും അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം പറയുന്നത് അമേരിക്കയിൽ ജനിക്കുകയോ അല്ലെങ്കിൽ നിയമാനുസൃതം അവിടെ പൗരത്വം നേടുകയോ ചെയ്യുന്ന എല്ലാവരും അമേരിക്കൻ പൗരന്മാരാണ് എന്നുള്ളതാണ്. പക്ഷേ ട്രംപിൻ്റെ ഈ ഭേദഗതി കാരണം ഇപ്പോൾ പറയുന്നത് അനധികൃതമായിട്ട് US-ൽ കുടിയേറി പാർത്തവരുടെ മക്കൾക്ക്, അങ്ങനെ ജനിക്കുന്നവർക്ക് ഒരിക്കലും US പൗരത്വം ലഭിക്കില്ല, അവർ US പൗരന്മാരല്ല എന്നൊരു ഭേദഗതിയാണ് ട്രംപ് വരുത്തിയത്. ഇത് ഇപ്പോൾ ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ട്രംപ് ഉയർത്തിക്കാട്ടിയ ഒരു വിഷയമായിരുന്നു. വലിയൊരു പ്രചരണ ആയുധമാക്കി ട്രംപ് കൊണ്ടുവന്ന വിഷയമായിരുന്നു. അതായത് US-ൽ അനധികൃത കുടിയേറ്റക്കാർ കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, US പൗരന്മാരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു, അവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു തുടങ്ങിയ വിഷയങ്ങളെല്ലാം ട്രംപ് ഉയർത്തിക്കാട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ കയറി ആദ്യം തന്നെ ഒപ്പിട്ട ബില്ലുകളിലൊന്നാണ് ഈ ജന്മാവകാശ പൗരത്വ നിയമത്തിലെ ഭേദഗതി എന്ന് പറയുന്നത്. 2025 ജനുവരി 20-നാണ് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ആ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് US സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. 9 അംഗ ജഡ്ജിമാരുടെ ഒരു ബെഞ്ചാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 6-3 ഈ ട്രംപിൻ്റെ ഉത്തരവ് തള്ളിപ്പോവുകയായിരുന്നു. 6 ജഡ്ജിമാർ വോട്ടിട്ടതനുസരിച്ച് ട്രംപിൻ്റെ ഉത്തരവ് നിലവിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് US സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപിന് ലഭിക്കുന്ന 3ാമത്തെ വലിയ തിരിച്ചടിയാണ്. ഇതിനു മുൻപേ ട്രംപിൻ്റെ ഇറക്കുമതി തീരുവകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഫെഡറൽ റിസർവിൽ നിന്ന് ലിസ കുക്കിനെ അടിയന്തരമായി പുറത്താക്കാനുള്ള ട്രംപിൻ്റെ നീക്കം, ഇതും സുപ്രീം കോടതി എടുത്തു കളഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. പിന്നെ B-25 വിസയ്ക്ക് ഉൾപ്പെടെയുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ, അത് US-ൻ്റെ മറ്റ് കോടതികളിൽ ഇപ്പോൾ പരിഗണനയിലാണ്. അപ്പോൾ പലയിടത്തു നിന്നും ട്രംപിന് ഇപ്പോൾ ഇത്തരത്തിൽ തിരിച്ചടി കിട്ടുന്നുണ്ട്. ആ തിരിച്ചടികളുടെ പുതിയൊരു അധ്യായമാണ് ഇപ്പോൾ ഈ ജന്മാവകാശ പൗരത്വ നിയമത്തിൽ ട്രംപ് കൊണ്ടുവന്ന മാറ്റത്തിലുള്ള ഈ തിരിച്ചടി. യെസ്, ട്രംപിന് കിട്ടുന്ന വലിയൊരു കനത്ത തിരിച്ചടിയാണ് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം വന്നിരുന്നൊരു മാറ്റമാണ് ജന്മാവകാശ പൗരത്വം നിലനിൽക്കുമെന്ന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ പോലും അത് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതിയുടെ വിധി വരുന്നു. 9 അംഗ ബെഞ്ചാണ്, അതിൽ 6-3 ഈ വിധി പുറത്തു വന്നിരിക്കുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.